നമുക്കിനി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി, അവരുടെ ഓഫ്സ്പ്രിങ് അല്ലെ ഒരു സണ്ണാണ് ഉണ്ടായത്. അപ്പൊ സണ്ണിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ. അപ്പൊ ഇവർക്ക് ഓ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവരുടെ ജീനോടൈപ്പുകൾ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇനി ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് ഓഫ്സ്പ്രിങ്ങുകളുടെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാകാം? അപ്പോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നേ നമുക്ക് ഇവിടെ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തൊട്ട് നോക്കാം. അപ്പൊ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസസീവ് ഫാക്ടർ ആയിരിക്കും രണ്ടും അല്ലെ. നമുക്ക് മനസ്സിലാക്കുക ഈ സ്മോൾ ലെറ്റർ ഐ ആണ് രണ്ടിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ബ്ലഡ് ഗ്രൂപ്പ് എനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ഫാക്ടർ വേണം അല്ലെ, രണ്ട് അല്ലീൽ വേണം. അതിലൊന്ന് എന്താണെങ്കിലും എ ആണ്. അപ്പൊ അടുത്ത ഫാക്ടർ ഏതായിരിക്കും? ഐ എ തന്നെ വരുമോ? ഇല്ല, കാരണം ഇവിടെ വരേണ്ടത് സ്മോൾ ലെറ്റർ ഐ ആണ്. നമ്മളിവിടെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എഴുതാം ഐ എ ഐ. ഇനി ബി ഗ്രൂപ്പ് എങ്ങനെ എഴുതാം? അതെ, ഐ ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടാകണം. പിന്നെയോ സ്മോൾ ലെറ്റർ ഐ. അപ്പോ ഇവിടെ ഒരു ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള മദറാണ്. അപ്പോ എ ഗ്രൂപ്പിലുള്ള ഒരു അച്ഛനും ബി ഗ്രൂപ്പിലുള്ള ഒരു അമ്മയ്ക്കും ഒ ഗ്രൂപ്പിലുള്ള ഒരു കുഞ്ഞും ഉണ്ടാകാം. അത് എങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ടീഷൻ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഈ കണ്ടീഷനിലായിരിക്കാം അല്ലെ. നമുക്കൊരു സംശയമുള്ളതാണ് എപ്പോഴും എ ഗ്രൂപ്പിലുള്ള അച്ഛന് ബി ഗ്രൂപ്പിലുള്ള അമ്മയ്ക്കും ഒ ഗ്രൂപ്പിലുള്ള കുഞ്ഞും ഉണ്ടാകില്ല അല്ലെ. പക്ഷെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത് അല്ലെ. അപ്പോ ജീനോടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം ആ ജീനോടൈപ്പിന് കാരണമായിട്ടുള്ള അലീൽസിലേക്ക് എത്തിച്ചേർന്നാൽ ആൻസർ ആയി. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ അച്ഛനും ഈ അമ്മയ്ക്കും ഉണ്ടാകുന്ന മറ്റു കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാകാം? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവരെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പനറ്റ് സ്ക്വയർ വരക്കാം. അപ്പൊ നമുക്ക് ഈ പനറ്റ് സ്ക്വയറിൽ അച്ഛന്റെ ഗ്രൂപ്പും അമ്മയുടെ ഗ്രൂപ്പും കാണിക്കാം. നമുക്കിവിടെ മെയിലിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ എനിക്കിവിടെ അച്ഛന്റെ ഗ്രൂപ്പ് എഴുതാം ഐ എ, പിന്നെയോ സ്മോൾ ലെറ്റർ ഐ. ഇവിടെയോ നമുക്ക് അമ്മയുടെ ഗ്രൂപ്പ് ഐ ബി ഐ. ഇനി ഇവരുടെ കോമ്പിനേഷൻസ് എഴുതാം ഐ എ ഐ ബി, ഐ എ ഐ ബി, ഗ്രൂപ്പ് എ ബി. ഇവിടെയോ ഐ ബി ഐ, ഐ ബി ഐ, ബ്ലഡ് ഗ്രൂപ്പ് ബി. ഇവിടെ ഐ എ ഐ, ദാറ്റ് ഈസ് എ ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ രണ്ട് സ്മോൾ ലെറ്റർ ആയി ഓ. അപ്പോ മറ്റു കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ആകാം, ബി ആകാം, എ ബി ആകാം. അപ്പോ പിന്നെ ഓ ഗ്രൂപ്പിലുള്ള കുഞ്ഞുണ്ട്. 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്യും.